കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആദർശം നയനെ വൈകുന്നേരം കമ്പനിയിൽ നിന്ന് വരുമല്ലോ. ആ സമയത്ത് അവർക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദേവേനി. അത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ദേവേനി മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ദേവേയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോരാഞ്ഞിട്ട് ദേവേനി മുത്തശ്ശിയോട് പറയുകയും ചെയ്തു, ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്ക്, ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാലോ എന്ന് പറയാം. മുത്തശ്ശി കഴിച്ചിട്ട് പറഞ്ഞു, എല്ലാം നല്ല ഉഗ്രനായിട്ടുണ്ടെന്ന് പറയാം. ഒരു കുഴപ്പമില്ല, നീ മുമ്പ് ഉണ്ടാക്കുന്ന പോലല്ല, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം. പിന്നെ ഇത് നയനമോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ പഴംപൊരി എന്ന് പറയാം. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, ഞാൻ അവളുടെ ഇഷ്ടം നോക്കിയല്ല, ആദർശിന്റെ ഇഷ്ടം നോക്കി ഉണ്ടാക്കിയെന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല, നയനമോൾ കൂടെ ഇഷ്ടമാകുമല്ലോ. ഇങ്ങനെ തന്നെ വേണം ദേവേനി. ശരിക്കും പറഞ്ഞാല് ഒരമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ നിന്നെ കണ്ടു പഠിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അമ്മേ ഞാനിത് അവൾക്കൊന്നും വേണ്ടിയിട്ട് ചെയ്യുന്നല്ലെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് മനസ്സിലായി. നീ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിലും നീ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു നല്ല കാര്യമാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശി മുറിയിലുണ്ടായിരുന്നു. മുത്തശ്ശന് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് മുത്തശ്ശി. പിന്നീട് പറഞ്ഞു, അതെ ദേവേനി ഭയങ്കര സന്തോഷത്തിലാന്ന് പറയും. എന്താ കാര്യം? അവിടെ ആദർശനും നയനിക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയാം. ആഹാ, അതൊരു വലിയ അത്ഭുതം തന്നെയാണല്ലോ എന്ന് പറയാം. എടോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഒരു പക്ഷേങ്കില് ആദർശും ജയനും അജയനും ഒക്കെ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന. അസുഖം എന്റെ കുറഞ്ഞു. ഇപ്പോഴാണ്ടേ ദേവേനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിലും അവള് എവിടെ കമ്പനിയിലേക്ക് പറഞ്ഞു വിടാൻ തയ്യാറായല്ലോ. അതിനേക്കാൾ ഉപരി ഇപ്പൊ അവൾ അടുക്കള കയറി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. കാരണം പറയണേ, നയനെ അടുക്കള കയറ്റാൻ മടിയായിട്ടാന്നാ. പക്ഷെ അതൊന്നും അല്ലെന്നാ തോന്നേ. ദേവേനിക്ക് പഴയ ആ ഒരു ദേഷ്യമൊന്നും ഇപ്പൊ നയനോട് കാണുന്നില്ലല്ലേന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, അത് ശരി തന്നെയാ. ഇപ്പൊ നയനെ കുറിച്ച് പറയുമ്പോ അത്രയ്ക്ക് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. പോരാത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നേ. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്റെ ആദർശം വേണ്ട, ഇല്ലെങ്കിൽ ഇനിയിപ്പം ആദർശിനെ അവൾ ഇട്ടിട്ട് പോയാലോ എന്നൊക്കെ ഒരു മുടൻ തന്നെ ആയോ പറയണേ. എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ലെന്ന് പറയും. മുത്തശ്ശൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ, അങ്ങനെയാണെങ്കിൽ ഇനിയാണെങ്കിൽ ദേവേനിക്ക് തോന്നിക്കാണും മനസ്സ് മാറ്റണമെന്ന്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിയുന്നേ. പിന്നെ പെട്ടെന്ന് മനസ്സ് മാറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനിക്ക് ഒരു ചമ്മല് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അത് ശരിയായിരിക്കും എന്ന് പറയാണ്. ഈ സമയം നവ്യയുടെ അരിയിലേക്ക് ജലജ ചെല്ലുവാണ്. ജലജ എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ മേക്കപ്പ് ഇട്ട് ഒരുങ്ങിയിരുന്നു. അതുപോലെയുള്ള നിന്റെ അനിയത്തിയാണ്ടെ ജ്വല്ലറി ഡിസൈനർ ആയിട്ട് പോയേക്കുന്നു. നിന്നെ കൊണ്ട് എന്തിനേലും കൊള്ളുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു മോനുണ്ടല്ലോ, എന്നിട്ട് അവൻ ഇപ്പൊ എവിടെ എത്തി? കമ്പനിയിലെ വെറും സ്റ്റാഫ് മാത്രല്ലേ? അതുപോലെയുള്ള അനിയിക്കാൻ 2-3 ജ്വല്ലറിയുടെ ആളായിപ്പൊ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളുടെ മോന്റെ നിങ്ങളുടെ കയ്യിലിപ്പോണ്ട് അങ്ങനെയൊക്കെ, എന്നിട്ടാണോ എന്നെ ഭരിക്കാൻ വരുന്നതെന്ന് ചോദിക്കാം. അതേടി, നീ എന്റെ മോന്റെ തലയിൽ എന്ത് കയറിയോ അന്ന് തുടങ്ങിയത് എന്റെ മോന്റെ കഷ്ടകാലം. അവനൊരു നല്ല കാലം വന്നിട്ടില്ലെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ തിരുത്തി പറ, നിങ്ങളുടെ മോൻ എന്റെ തലയിൽ കയറിയതിന് ശേഷം എന്റെ കഷ്ടകാലം തുടങ്ങിയത്. അല്ലെങ്കിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കേണ്ടതാ. ഇപ്പൊ നിങ്ങളുടെ മോന് ഇവിടെ ആദർശേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം അതിന്റെ ഇടയ്ക്കിലേക്ക് കയറി വന്ന് നിങ്ങളുടെ മോനാ ആ സൗഭാഗ്യം തട്ടി എറിയാനായിട്ട്. എന്നിട്ടോ അതിനുള്ള കൂലി അവന് കിട്ടിയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, അന്നെങ്ങാനും നീ അങ്ങനെ പോയായിരുന്നെങ്കിൽ എന്റെ മോന്റെ ജീവിതം രക്ഷോട്ട് പോയാനും. ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എന്തേലും വാവിട്ട് പറഞ്ഞു. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും പിടിച്ചു നിൽപ്പുണ്ടാകത്തില്ല. പിന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാന്നോ എന്റെ വയറ്റ് പെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാന്നോ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിപ്പൊ തന്നെ അങ്ങോട്ട് കളഞ്ഞേരെ. അങ്ങനെ എന്തേലും ഉണ്ടെ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല. അതിനുള്ള പണി നിങ്ങൾക്കിട്ട് ഞാൻ തരൂന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്കൊരു പേടിയായി. ഇവള് പറഞ്ഞ പോലെ ചെയ്യുന്നവളാ. അതുകൊണ്ട് ഇവളെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നല്ല എന്ന് കരുതിയിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ആദർശ് നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വരുന്ന വഴിക്ക് ആദർശ് ചോദിച്ചു, അല്ല നമുക്ക് ഇപ്പൊ തന്നെ പോണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പറഞ്ഞിരിക്കും. അതെന്താ, നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോന്ന് ചോദിക്കും. ടെക്സ്റ്റൈൽസ് വേണേ കയറണോ, അല്ലെങ്കിൽ സാരി ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാണ്ടോ നിൽക്കും. വേണ്ട ആദർശേട്ടാ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ എന്ന് പറയാം. അല്ല ഇനിയിപ്പോ ഡെയിലി നിനക്ക് വരണമല്ലോ ഇങ്ങോട്ട്, അതുകൊണ്ട് അതിന്റെ ഒന്നും കാര്യമില്ലെന്നേ. ആവശ്യത്തിന് മിച്ചമുള്ള ഡ്രസ്സൊക്കെ എനിക്ക് ഉണ്ടെന്ന് പറയാം. എന്നാൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, വേണ്ട, ചായ പോലും കുടിക്കണ്ട, പുറത്തൊരത്തും ഇറങ്ങണ്ട എന്നൊക്കെ അമ്മയുടെ ഓർഡർ എന്ന് പറയാം. അതെങ്ങനെയാ അമ്മ അറിയുന്നേ? എന്നാലും അത് ശരിയല്ലോ ആദർശേട്ടാ. അമ്മ ഒരു പക്ഷേങ്കില് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ അമ്മയോട് ചെയ്യുന്ന മോശക്കേടല്ലേ? അമ്മ നമ്മളെ ഇപ്പൊ എന്നെന്നല്ല, ഇപ്പൊ ആദർശനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന മോശമല്ലേ? നമുക്ക് വീട് ചെന്നിട്ട് ചായ കുടിച്ചാൽ പോരെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ,
കുഴപ്പമില്ല നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ വരവിനായിട്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനോട് ചായ എടുക്കട്ടെ മോനെ എന്ന് ചോദിക്കുക. അവൻ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. അങ്ങനെ അതിനുശേഷം മുറിയിൽ ചെന്നിട്ട് അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ദേവേനി രണ്ടുപേർക്കുള്ള ചായ സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് വെക്കുവാണ്. പെട്ടെന്ന് അതിനൊരു അന്താളിപ്പോടെ നോക്കുവാണ്. ഈ സമയം ദേവേനി പറഞ്ഞു, ഇതേ നിനക്കൂടെയുള്ള ചായ എടുത്തിട്ടുണ്ടെന്ന് പറയാം. അത് വേണ്ടായിരുന്നമ്മേ, ഞാൻ ചായ എടുത്ത് കുടിച്ചാണെന്ന് പറയാം. അതിന്റെ കാര്യമൊന്നുമില്ല, നീ ചായ ഒന്നും എടുക്കണ്ട, ഞാൻ അവനെടുത്ത് കൊടുത്ത് നിനക്കൂടെ എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ജാനകി വരുന്നേ. ഓഹോ, അപ്പൊ ഇത്രോളം വരെ എത്തിയ കാര്യങ്ങള്. അല്ല ഏട്ടത്തെ എന്തിനാ ഇവൾക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നേ? അവൾക്ക് എടുത്ത് കുടിക്കാൻ അറിയാൻ മേലേന്ന് ചോദിക്കുക. അതല്ലല്ലോ ജാനകി, ഇപ്പൊ ആദർശിന് ഞാൻ ചായ എടുത്തു, അപ്പൊ ആ കൂടെ അവൾ കൂടെ അങ്ങ് എടുത്തുന്നുള്ളൂ. കുറച്ചുനാൾ അവള് നമുക്ക് വെച്ച് വിളമ്പിയതല്ലേ, ആ ഒരു പരിഗണന വെച്ച് കൊടുത്തുന്നുള്ളൂ. അല്ലാതെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലെന്ന് പറയാം. ഏട്ടത്തെ ഇങ്ങനെ എല്ലാം ഓരോന്ന് പഠിപ്പിച്ചു, അവസാനം അവൾ ഏട്ടത്തിന് തലേ കയറി നിരങ്ങുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇളയമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാത്? ഇളയമ്മ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ? അമ്മ അവൾക്കൊരു ചായ എടുത്തുകൊണ്ട് കൊടുത്തു നിർത്ത ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതേടാ, നീ ഇപ്പൊ അങ്ങനെ പറയുള്ളൂ. ഇപ്പം നീ ഏട്ടത്തിനെ കയ്യിലെടുത്ത് ഓരോന്ന് പറഞ്ഞ് കണ്ടില്ലേ? ഇപ്പൊ ഏട്ടത്തെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിക്കണേ. അത് പിന്നെ അങ്ങനെയല്ലേ, എന്റെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ചല്ലേ എന്റെ അമ്മ നിക്കണേ. പിന്നെ ഇപ്പൊ തന്നെ ഇളയമ്മ ചിന്തിച്ചു നോക്കിയേ അനിയുടെ കാര്യം. അനിയുടെ കാര്യത്തിന് എന്തേലും കാര്യത്തിന് ഇളയമ്മയ്ക്കൊരു താല്പര്യം ഉണ്ടോന്ന് ചോദിക്കുക. എന്ത് കാര്യത്തിന്? അല്ല അവന്റെ ജീവിതം ഇങ്ങനെ താറുമാറായി പോകുന്നതില് ഇളയമ്മയ്ക്ക് ഒരു പങ്കില്ലെന്ന് വെക്കും. ഞാൻ എന്ത് തെറ്റിയെന്നാ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയമ്മയൊക്കെ ഇതിനൊരു കാരണക്കാര്. കാരണം ഇളയമ്മ വേണമായിരുന്നു എന്തേലും കാരണമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നേരെയാക്കാനായിട്ട്, അല്ലെങ്കിൽ അനാമികനെ നേരെയാക്കാനായിട്ട്. ഇതിനൊന്നും ഇളയമ്മയ്ക്ക് സാധിച്ചില്ലല്ലോ. ഓഹോ, അപ്പൊ ഇപ്പൊ നീ എന്നെ ഭരിക്കാൻ വരുവാണെന്ന് ചോദിക്കും. ഭരിക്കാൻ വന്നല്ല ഇളയമ്മേ, ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയും. അവന്റെ ജീവിതം താർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇതേ ഈ നിൽക്കുന്ന നിന്റെ ഭാര്യയുടെ അനീത്തിയാന്ന് പറയണം. ഇളയമ്മ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നന്ദു ഒരിക്കലും അവന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അനാമിക ഇന്ന് വരെ അവരെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയൊന്ന് സ്നേഹിച്ചു നോക്കി അറിയാം അവന്റെ ജീവിതം ശരിയാകുമല്ലോ എന്ന്. മരുമോളോടൊന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്. അല്ലാതെ നയനെ എന്റെ അമ്മ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് കൊടുക്കുന്ന കാണുമ്പോഴത്തേനും ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ജാനകി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകണം. പിന്നീട് നയന ചായ കുടിച്ചിട്ട് പറഞ്ഞു, നല്ല രുചിയുണ്ടമ്മേന്ന് പറയാണ്. ഇത് കേട്ടപ്പം ദേവേന പറഞ്ഞു, എനിക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഓ, നിന്റെ വിചാരം എന്താ നിനക്ക് മാത്രം നല്ല രുചിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തുള്ളൂന്ന് ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അവൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ അല്ലമ്മേന്ന് പറയണം. എന്തേലും ആട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ കാപ്പ് കുടിച്ചിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അനാമികയുടെ ഫോണിലേക്ക് ജലജ വിളിക്കുകയാണ്. ജലജ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോൾ എന്നാ ഇങ്ങോട്ട് തിരികെ വരുന്നതെന്ന് ചോദിക്കുക. ഞാൻ അങ്ങോട്ട് ഉടനെ വരണോ വേണ്ടെന്ന് ആലോചിക്കുക. മോളെ നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ ആ നയനം ഭരണം തുടങ്ങൂട്ടോ എന്ന് പറയണേ. ഇവിടെ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്ന അറിയാലോ. ഇനി മോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഇവിടെ ഒരു അവകാശം ഇല്ലാതെ അവസാനം അവളുടെ അനിയത്തി ഇങ്ങോട്ടേക്ക് വന്നു കയറുമെന്ന് പറയാം. അങ്ങനെ എരിപൊരി കയറ്റി കൊടുക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക സഹിച്ചില്ല. അനാമിക നേരെ വേണുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് പോയാൽ മതിയാവുള്ളൂ പറയാം. അതിനെന്താ മോള് പോയിക്കോ, ഇപ്പൊ ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെ നമുക്കൊന്നും കിട്ടാൻ വഴിയില്ലെന്ന് പറയും. അത് ഞാൻ നേരത്തെ മോളോട് പറഞ്ഞ കാര്യല്ലേ. എങ്ങനെയെങ്കിലും അനിയെ ആദ്യം നീ കയ്യിലെടുക്കാൻ നോക്ക്. നിന്റെ വയറ്റിൽ അവന്റെ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവും. നീ ഒരു കാര്യം ചെയ്യ, എങ്ങനെയെങ്കിലും അതിനൊന്ന് ശ്രമിക്കുക. ഒരച്ഛന് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, നിനക്കറിയാലോ. അത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ആ നന്ദു എന്ന് പറയുന്നുള്ള 7 അയലക്കത്ത് പോലും അനന്തപുരിയിൽ അടുപ്പിക്കാനായിട്ട് പറ്റില്ല. നീ എത്രയും പെട്ടെന്ന് ഗർഭിണിയാവുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണം. അവിടെ നിന്ന് കുറെ നമുക്ക് അടിച്ചു മാറ്റാം, പണമായിട്ട് സ്വർണമായിട്ടും എല്ലാം. പിന്നെ നിന്നെ അവർ ഉള്ളം കൈ കൊണ്ടുനടക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ ആ നയനേന്ന് പറയുന്നവളെങ്ങാനും ഗർഭിണിയായി തീർന്നു അതോട് കൂടിയിട്ട്. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ, എനിക്ക് അങ്ങോട്ട് ചെല്ലും ഭ്രാന്ത് പിടിക്കുമെന്ന് പറയണം. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. മോളെ നീ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാതെ നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല, അറിയാലോ. പോരാത്ത ഞാൻ നവ്യെന്ന് പറയുന്നവള് കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ചിരിക്കുക. ഇനി അവിടെ നിനക്ക് പിടിച്ചിരിപ്പുണ്ടാണെങ്കിൽ ഇപ്പൊ അച്ഛൻ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടല്ലോ, നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു കള്ളത്തരം പറ, വല്ല ഗർഭിണിയാണെങ്കിലും പറ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാലോ അമ്മയെന്ന് പറയണം. അത് ശരിയാ, അന്ന ഒരു കാര്യം ചെയ്യാം, നീ അവനെങ്കിലും മയക്കെടുക്കാൻ നോക്ക്. അത് മാത്രമേ അച്ഛനും അമ്മയും നോക്കിയിട്ട് വഴിയുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ആ നന്ദു എന്ന് പറയുന്നവള് അവിടെ കയറി പറ്റും. പിന്നെ നിനക്ക് അവിടെ അങ്ങോട്ടേക്ക് കയറി പോകാൻ പോലും പറ്റില്ല. പോരാത്തന്നെ ആ നയനെ ഇപ്പൊ അവിടെ ആധിപത്യം സ്ഥാപിച്ചു വെച്ചിരിക്കുക. അവള് പറയുന്ന ആ വീട്ടിലല്ലേ അനുസരിക്കുള്ളൂ. നിന്റെ വല്യമ്മയ്ക്ക് വരെ ഭയങ്കര മാറ്റമെന്നല്ലേ പറഞ്ഞേ.
അതൊക്കെ ശരിയാ അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എത്രയും പെട്ടെന്ന് തന്നെ നീ തീരുമാനം എടുക്കുന്ന സമയമായെന്ന് പറയാണ്. പിന്നീട് അനാമിക അനന്തപുരിയിലേക്ക് ചെല്ലുവാണ്. അനന്തപുരിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ജാനകി ഓടി ഇറങ്ങി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അമ്മയ്ക്കും അച്ഛനും കുഴപ്പമില്ല എന്ന് പറയണ. അല്ല പോലീസില പരാതി കൊടുത്തില്ലേന്ന് ചോദിക്കും. പരാതി കൊടുത്തു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ആ നന്ദു എന്ന് പറയുന്നവള് അവൾ ഇച്ചിരി കേമി ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല എന്ന് പറയണ. അല്ല മോൾക്ക് പറയാൻ വരായിരുന്നു പോയിട്ട് ഇങ്ങനെ സംശയം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ അങ്ങ് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ? അവരന്വേഷിക്കണ്ടേന്ന് ചോദിക്കാം. അന്വേഷിച്ചിട്ട് അവളെ പിടിച്ചൊരു 10 ദിവസം അകത്തിട്ടാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ അഹങ്കാരം കുറച്ച് തീർന്നു കിട്ടിയെന്ന് പറയണ. ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ഉടനെ തന്നെ അവൾക്ക് അതിനുള്ള തിരിച്ചടി കിട്ടിക്കോളൂ എന്ന് പറയാ. ജാനകി പറഞ്ഞു ദേ മോളുടെ അച്ഛനും അവരെ ഉപദ്രവിച്ച അവളാണെങ്കിൽ ഉറപ്പായിട്ട് അവൾ നശിച്ചു പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഘവാണ് അവിടെ നിന്നുണ്ട്. ഈ സമയത്ത് ഇത് കേട്ടോണ്ടാണ് ഇങ്ങോട്ട് നവ്യ വരുന്നേ. നവ്യ എന്നിട്ട് എന്താ എന്താ ഇളയമേ എന്താന്ന് ചോദിക്കണം. അപ്പത്തേനും വന്നല്ലോ. അനിയത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും തന്നെ ചേട്ടത്തി സൈഡ് പിടിച്ചോണ്ട് വന്നല്ലോ എന്ന് പറയാ. നീ വന്നോ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അതെന്തിനാ നീ അറിയണേന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചാണോ വലിയ കുറ്റം? എന്താണേലും കിട്ടാനുള്ളത് തന്നെ കിട്ടിയെന്ന് പറയണം. പെട്ടെന്ന് ജാനി പറഞ്ഞു നീ എന്തൊക്കെയാ നവ്യ പറയണെന്ന് ചോദിക്കും. അല്ല അവളോട് തന്നെ ചോദിച്ചു നോക്ക്. അവളുടെ അച്ഛനും അമ്മയുടെ അഹങ്കാരം തീർക്കാനായിട്ട് ആരോ മനഃപൂർവ്വം കൊടുത്താ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും എന്ന് പറയാം. ശത്രുക്കളൊന്നും അല്ലടി, നിന്റെ അനിയത്തി എന്നെയെന്ന് പറയണ. എന്താ തെളിവുള്ളേ? തെളിവുണ്ട്, നീ പോയി തെളിവ് കൊണ്ട് കൊടുക്ക്, അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുക. പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ, അപ്പൊ അറിയാലോ നമുക്ക് സത്യങ്ങളൊക്കെ. അപ്പൊ പല സത്യങ്ങളും ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും കൂടെ പുറത്തു വരുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സമനില തെറ്റിയ പോലെ അനാമിക നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. ഇനി അധികം വൈകാതെ തന്നെ അനാമികയുടെ ചതിയൊക്കെ ദേവേനെ തിരിച്ചറിയും. ദേവേനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനാമിക അവിടെ ഒരു പിടിച്ചുനിൽപ്പുണ്ടാകത്തില്ല. അനാമികയുടെ വീട്ടിലൊന്നും ഇല്ലാത്തതാണെന്നും അവരുടെ സിറ്റുവേഷൻ ഇതൊക്കെയാണെന്ന് അറിയാൻ പോകുന്നുള്ളൂ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.